ഏതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും നമ്മൾ ലാഭം പ്രതീക്ഷിക്കുന്നു, നഷ്ടം ഒഴിവാക്കാനും ഇഷ്ടപ്പെടുന്നു, അല്ലേ? സ്റ്റോക്ക് മാർക്കറ്റ് താല്പര്യം കാണിക്കുന്നവർ പോലും എന്നോട് ചോദിക്കാറുണ്ട്, നല്ല മ്യൂച്വൽ ഫണ്ട് ഏതാണ്, എങ്ങനെ വാങ്ങാം, എപ്പോൾ വാങ്ങാം എന്നൊക്കെ. ആദ്യമേ പറയട്ടെ, കണ്ണടച്ചോ വൈകാരികമായോ അല്ല സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട് ഇവ വാങ്ങേണ്ടതും വിൽക്കേണ്ടതും. നമുക്ക് 4 തരം ആളുകളെ നോക്കാം. 1, പൈസ കിട്ടുമ്പോൾ വാങ്ങുന്നു, പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ലാഭം നഷ്ടം നോക്കാതെ വിൽക്കുന്നു. 2, വില കുറവുള്ളപ്പോൾ മാത്രം വാങ്ങുന്നു, കൂടുമ്പോൾ വിൽക്കുന്നു. 3, SIP ആയി എല്ലാ മാസവും ചെറിയ പൈസ നിക്ഷേപിക്കുന്നു, 3, 4, 5 വർഷം കഴിയുമ്പോൾ വിൽക്കുന്നു. 4, SIP ആയോ ലംസമായോ വാങ്ങുന്നു, വർഷങ്ങളോളം അതിനെ വളരാൻ അനുവദിക്കുന്നു. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും ഓരോന്നിൻ്റെയും പ്രാധാന്യവും ഓരോന്നിൻ്റെയും ഗുണവും ദോഷവും നിങ്ങൾക്ക് മനസ്സിലാവും. 3 ചെറിയ പാർട്ടായി ഈ വീഡിയോ പലതും പറഞ്ഞു തരും. അവസാനം സുരക്ഷിതമായ 3 തരം ഫണ്ട്സ് അനലൈസ് ചെയ്ത് കാണിച്ചും തരാം. പാർട്ട് 1, ഇൻഫോംഡ് ഡിസിഷൻസ്. ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുന്നതിന് ചില പോയിന്റ്സ് മനസ്സിൽ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓർമ്മിക്കേണ്ട 5 പ്രധാന പോയിന്റുകൾ ഇവയാണ്. 1, നിക്ഷേപ ലക്ഷ്യവും റിസ്ക് ടോളറൻസും. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയണം എന്തിനാണ് നമ്മൾ നിക്ഷേപം തുടങ്ങുന്നത്, നമുക്ക് എത്ര റിസ്ക് എടുക്കാൻ സാധിക്കും. വ്യത്യസ്ത ഫണ്ടുകൾ വ്യത്യസ്ത റിസ്ക് പ്രൊഫൈലുകളും നിക്ഷേപ ലക്ഷ്യങ്ങളും നിറവേറ്റുന്നു. നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഫണ്ടുകൾ മാത്രം തിരഞ്ഞെടുക്കുക. അത് പ്രധാനമായും 3 പർപ്പസ് ആവും: അസറ്റ് ബിൽഡിംഗ്, റവന്യൂ ജനറേഷൻ, ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ. ഓർക്കേണ്ട പ്രധാന പാഠം, അത്യാവശ്യത്തിന് വെച്ചിരിക്കുന്ന പൈസ, കടം വാങ്ങിയ പൈസ ഇവ ഉപയോഗിച്ച് ചെയ്തവർ പലരും പിന്നീട് വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്യാവശ്യമില്ലാത്ത പൈസ മാത്രം ഉപയോഗിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക. വൈകാതെ ആവശ്യമുള്ള പൈസ FD അല്ലെങ്കിൽ ലോക്കിൻ പീരീഡ് ഇല്ലാത്ത ബോണ്ട്സ് ഇവയിൽ സൂക്ഷിക്കുക. ഈ വീഡിയോകൾ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും. ഒപ്പം ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പലതരം മ്യൂച്വൽ ഫണ്ടുകൾ, SIPകൾ ഇവയെക്കുറിച്ച് വിശദമായി അറിയാൻ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. 2, ഫണ്ട് പെർഫോമൻസ് ആൻഡ് ട്രാക്ക് റെക്കോർഡ്. നമ്മൾ പരിഗണിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളുടെ ഹിസ്റ്റോറിക്കൽ പ്രകടനവും ട്രാക്ക് റെക്കോർഡും വിലയിരുത്തണം. വ്യത്യസ്ത ടൈം ഫ്രെയിമുകളിൽ സൃഷ്ടിക്കുന്ന വരുമാനം, പ്രകടനത്തിലെ സ്ഥിരത, വിവിധ വിപണി സാഹചര്യങ്ങളിൽ ഫണ്ട് എങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങിയ ഘടകങ്ങൾ നോക്കണം. മുൻകാല പ്രകടനം ഭാവി ഫലങ്ങൾക്ക് ഉറപ്പു നൽകില്ല, പക്ഷേ ഫണ്ട് മാനേജ്മെൻറ്റിനെയും സ്ട്രാറ്റജിയെയും കുറിച്ചുള്ള ഇൻസൈറ്റ് നൽകാൻ ഇതിന് കഴിയും. 3, എക്സ്പെൻസസ് ആൻഡ് ചാർജസ്. എക്സ്പെൻസ് റേഷ്യോ, എൻട്രി ലോഡ്, എക്സിറ്റ് ലോഡ്, മറ്റേതെങ്കിലും ഫീസുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നമ്മുടെ റിട്ടേണിൽ ഷോർട്ട് ടേം ലോങ് ടേം ടാക്സ് വരുത്തുന്ന വ്യത്യാസം എന്നിവയുൾപ്പെടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട ചെലവുകളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. കുറഞ്ഞ ചെലവുകൾ പോലും ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ വരുമാനത്തെ സാരമായി ബാധിക്കും. അതിനാൽ കുറഞ്ഞ ഫീസുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കണം. 4, ഫണ്ട് മാനേജരും ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫിയും. എപ്പോഴും എളുപ്പമല്ല എങ്കിലും അറിവുള്ളവർ ഇതും നോക്കും. മ്യൂച്വൽ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഫണ്ട് മാനേജർമാരുടെ വൈദഗ്ധ്യവും അനുഭവവും വിലയിരുത്തുക. സമാന ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അവരുടെ ഇൻവെസ്റ്റിംഗ് ഫിലോസഫി, അപ്രോച്ച്, ട്രാക്ക് റെക്കോർഡ് എന്നിവ പഠിക്കുക. സ്ഥിരമായ റിട്ടേണുകൾ നൽകുന്നതിനും അപകട സാധ്യതകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനും വിദഗ്ധനും പരിചയസമ്പന്നനുമായ ഫണ്ട് മാനേജർക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. 5, ഡൈവേഴ്സിഫൈഡ് അസറ്റ് അലോക്കേഷൻ. വ്യത്യസ്ത അസറ്റ് ക്ലാസുകൾ ലൈക്ക് ഇക്വിറ്റി അഥവാ ഷെയർസ്, പ്രഷ്യസ് മെറ്റൽസ് ലൈക്ക് ഗോൾഡ്, സിൽവർ, ഡെറ്റ് ഫണ്ട്സ് എന്നിവ, സെക്ടറുകൾ ലൈക്ക് FMCG, ഹെൽത്ത് കെയർ, ടെക്നോളജി, കൺസ്ട്രക്ഷൻ, ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങൾ ലൈക്ക് ഇന്ത്യൻ മാർക്കറ്റ്, US മാർക്കറ്റ്, ജാപ്പനീസ് മാർക്കറ്റ് എന്നിവയിൽ നിക്ഷേപിച്ച് വൈവിധ്യമാർന്ന നിക്ഷേപ പോർട്ട്ഫോളിയോ നിലനിർത്തണം. വൈവിധ്യവൽക്കരണം വിപണിയിലെ ചാഞ്ചാട്ടത്തിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. നമ്മുടെ നിലവിലുള്ള പോർട്ട്ഫോളിയോ ഹോൾഡിങ്ങുകൾ പരിഗണിക്കുക. നമ്മൾ വാങ്ങുന്ന മ്യൂച്വൽ ഫണ്ടുകൾ
നമ്മുടെ മൊത്തത്തിലുള്ള അസറ്റ് അലോക്കേഷൻ തന്ത്രത്തെ പൂർത്തീകരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഈ വീഡിയോ അസറ്റ് അലോക്കേഷൻ നന്നായി പറഞ്ഞിട്ടുണ്ട്. ഈ പോയിന്റുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നമ്മുടെ നിക്ഷേപങ്ങളെ നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളും അപകട സാധ്യത മുൻഗണനകളും ഉപയോഗിച്ച് മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നല്ല തീരുമാനങ്ങൾ എടുക്കാം. കൂടാതെ മാർക്കറ്റ് ട്രെൻഡുകൾ, സാമ്പത്തിക സംഭവ വികാസങ്ങൾ, റെഗുലേറ്ററി മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് കൂടുതൽ മെച്ചപ്പെടുത്തും. പാർട്ട് 2, നമ്മുടെ ചോദ്യങ്ങൾ. എന്തുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്നത്? ഡൈവേഴ്സിഫിക്കേഷൻ, പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്, വിവിധ അസറ്റ് ക്ലാസുകളിലേക്കുള്ള എൻട്രി, ലിക്വിഡിറ്റി, കൺവീനിയൻസ് എന്നിവ ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ മ്യൂച്വൽ ഫണ്ടുകൾ തരുന്നു. പേഴ്സണൽ റിസ്ക് കുറയ്ക്കുന്ന മിക്സഡ് സ്റ്റോക്കുകൾ, ബോണ്ടുകൾ അല്ലെങ്കിൽ മറ്റു സെക്യൂരിറ്റികളുടെ വിവിധ പോർട്ട്ഫോളിയോയിൽ നിക്ഷേപിക്കുന്നതിന് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരെ സഹായിക്കുന്നു. മ്യൂച്വൽ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് പരിചയസമ്പന്നരായ ഫണ്ട് മാനേജർമാരാണ്. അവർ ഗവേഷണത്തെയും വിശകലനത്തെയും അടിസ്ഥാനമാക്കി നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുകയും സാധാരണക്കാരുടെ വ്യക്തിഗത സ്റ്റോക്ക് പിക്കിങ്ങുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മികച്ച വരുമാനം നൽകുകയും ചെയ്യുന്നു. എപ്പോൾ വാങ്ങണം? മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്നതിനുള്ള ഏറ്റവും നല്ല സമയം നമ്മുടെ നിക്ഷേപ ലക്ഷ്യങ്ങൾ, റിസ്ക് ടോളറൻസ്, വിപണി സാഹചര്യങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് പറയുന്ന ഒരാപ്തവാക്യമുണ്ട്, ടൈമിംഗ് ഈസ് മണി. എന്നാൽ സമയം, അറിവ്, കഴിവ്, പഠിക്കാനുള്ള മനസ്സ് ഇവയില്ലാത്തവർ ആവറേജിംഗ് സിസ്റ്റമായ SIP പോലെയുള്ള ഒരു തന്ത്രത്തിലൂടെ സ്ഥിരമായി നിക്ഷേപിക്കുന്നതാണ് പൊതുവെ ഉചിതം. എന്നാലും ഈ ചാർട്ട് കാണിക്കും പോലെ ഓവർ വാല്യൂഡ് ആകുമ്പോൾ വാങ്ങാതിരുന്ന് അണ്ടർ വാല്യൂഡ് ആകുമ്പോൾ വാങ്ങുന്നത് കുറഞ്ഞ വിലയ്ക്ക് ഗുണനിലവാരമുള്ള ഫണ്ടുകൾ വാങ്ങുന്നതിനുള്ള അവസരമാണ്. ഞാൻ എങ്ങനെ വാങ്ങും? ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, മ്യൂച്വൽ ഫണ്ട് വിതരണക്കാർ, ബാങ്കുകൾ അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളിൽ നിന്ന് നേരിട്ട് നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാം. നമ്മൾ ഒരു ഡു ഇറ്റ് യുവേഴ്സെൽഫ് സമീപനമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഫണ്ട് ഹൗസ് നൽകുന്ന ഓൺലൈൻ വെബ്സൈറ്റുകൾ വഴി നമുക്ക് നേരിട്ട് നിക്ഷേപിക്കാം. സമയം കുറവുള്ളവർ നമ്മുടെ നിക്ഷേപ ലക്ഷ്യങ്ങളും റിസ്ക് പ്രൊഫൈലും അടിസ്ഥാനമാക്കി അനുയോജ്യമായ ഫണ്ടുകൾ തിരഞ്ഞെടുക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിൽ നിന്നോ മ്യൂച്വൽ ഫണ്ട് വിതരണക്കാരിൽ നിന്നോ മാർഗനിർദ്ദേശം തേടാം. പക്ഷേ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് വിൽ ഉള്ള ആളെ വേണം ചൂസ് ചെയ്യാൻ. നല്ല ധാരാളം ബ്രോക്കറേജ് സ്ഥാപനങ്ങളുണ്ട്. എപ്പോൾ പുറത്തു കടക്കണം? ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എപ്പോൾ പുറത്തു കടക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ നിക്ഷേപ ലക്ഷ്യങ്ങളിലെ മാറ്റങ്ങൾ, റിസ്ക് ടോളറൻസ്, ഫണ്ടിൻ്റെ പ്രകടനം, വിപണി സാഹചര്യങ്ങൾ, സാമ്പത്തിക വീക്ഷണം എന്നിവ ഉൾപ്പെടെ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ദ റാംസി ഷോ എന്ന പ്രശസ്തമായ ഷോ പറയാറുണ്ട്, ഒരു ഫണ്ട് വാങ്ങിയാൽ ഒരു വർഷം അതിനെ നോക്കരുത്. ഒരു വർഷം കഴിയുമ്പോൾ ഫണ്ട് 10% കൂടുതൽ തന്നില്ല എങ്കിൽ മാറുക. എന്നാൽ ഡു ഇറ്റ് യുവേഴ്സെൽഫ് പോളിസി മുകളിൽ പറഞ്ഞ പോലെ അണ്ടർ വാല്യൂഡ് ആകുമ്പോൾ ഫണ്ട് വാങ്ങാം, ഓവർ വാല്യൂഡ് ആകുമ്പോൾ വിൽക്കാം, കിട്ടിയ പ്രോഫിറ്റ് എടുക്കാം, വീണ്ടും വില കുറയുമ്പോൾ മാത്രം വാങ്ങാൻ കാത്തിരിക്കാം. നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമുള്ള മികച്ച തന്ത്രം ഏതാണ്? വ്യക്തമായ നിക്ഷേപ ലക്ഷ്യങ്ങൾ നിർവചിക്കുക. അതായത് എനിക്ക് 15% കിട്ടിയാൽ ഹോൾഡിംഗ്സ് വിൽക്കും. വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോ പരിപാലിക്കുക. പ്രകടനം വർഷത്തിലൊരിക്കലെങ്കിലും അവലോകനം ചെയ്യുക. മാർക്കറ്റ് ട്രെൻഡുകളെയും സാമ്പത്തിക സംഭവ വികാസങ്ങളെയും കുറിച്ച് അറിവ് നിലനിർത്തുക. നമ്മുടെ പോർട്ട്ഫോളിയോ ആവശ്യാനുസരണം ക്രമീകരിക്കുക എന്നിവ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള മികച്ച തന്ത്രമാണ്. ഇതാണ് മാസ്റ്റർ പീസ്. ഒരു ദീർഘകാല വീക്ഷണം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹ്രസ്വകാല വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളെ അടിസ്ഥാനമാക്കി ഇമോഷണൽ ഡിസിഷൻസ് എടുക്കുന്നത് 100% ഒഴിവാക്കുക. ഇൻസ്റ്റെബിലിറ്റി കാലഘട്ടങ്ങളിൽ പോലും നമ്മുടെ നിക്ഷേപ പദ്ധതിയിൽ ഉറച്ചു നിൽക്കുക. അതായത് ഡിപ്പിൽ പേടിച്ചു വിൽക്കരുത്. വാങ്ങാൻ മിടുക്കന്മാർ നോക്കിയിരിപ്പുണ്ട് എന്ന സത്യമറിയുക. മാർക്കറ്റ് തിരികെ വരും. ഈ തത്വങ്ങൾ പിന്തുടരുകയും നമ്മുടെ നിക്ഷേപ സമീപനത്തിൽ അച്ചടക്കം പാലിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൻ്റെ നേട്ടങ്ങൾ പരമാവധിയാക്കാനും നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും സാധിക്കും. കമ്പനി ഷെയറുകളിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ നിക്ഷേപം നടത്തുന്നത് നമ്മുടെ നിക്ഷേപ ലക്ഷ്യങ്ങൾ, അപകട സാധ്യത, സഹിഷ്ണുത, ടൈം പീരിയഡ്, വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടെ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. 2 ഓപ്ഷനുകൾക്കും അവയുടെ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്.
അതിനാൽ നമ്മുടെ വ്യക്തിഗത സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി അവയെ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. പാർട്ട് 3, ഷെയർസ് ഓർ മ്യൂച്വൽ ഫണ്ട്സ്. കമ്പനി ഓഹരികൾ അല്ലെങ്കിൽ ഷെയർസ് വാങ്ങുമ്പോഴുള്ള പ്രയോജനങ്ങൾ. 1. ഉയർന്ന റിട്ടേണിനുള്ള സാധ്യത. വ്യക്തിഗത കമ്പനി ഷെയറുകളിൽ നേരിട്ട് നിക്ഷേപിക്കുന്നത് കാര്യമായ വരുമാനത്തിനുള്ള സാധ്യത വാഗ്ദാനം ചെയ്യും, പ്രത്യേകിച്ചും ശക്തമായ വളർച്ചാ സാധ്യതകളുള്ള മികച്ച പ്രകടനം നടത്തുന്ന കമ്പനികളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ. 2. നിയന്ത്രണവും ഫ്ലെക്സിബിലിറ്റിയും. വ്യക്തിഗത സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് ഏത് കമ്പനികളിൽ നിക്ഷേപിക്കണം, എപ്പോൾ വാങ്ങണം, എപ്പോൾ വിൽക്കണം, നമ്മുടെ പോർട്ട്ഫോളിയോ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതുൾപ്പെടെ നമ്മുടെ നിക്ഷേപ തീരുമാനങ്ങളിൽ നേരിട്ടുള്ള നിയന്ത്രണം നമ്മെ അനുവദിക്കുന്നു. 3. ഡിവിഡൻഡ് വരുമാനം. ചില കമ്പനികൾ അവരുടെ ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡ് നൽകുന്നു. സാധ്യതയുള്ള മൂലധന വിലമതിപ്പിന് പുറമെ പാസീവ് ഇൻകമായി ഇതിനെ കണക്കാക്കാം. ദോഷങ്ങൾ. ഉയർന്ന അപകട സാധ്യത. വൈവിധ്യവൽക്കരണത്തിന്റെ അഭാവം മൂലം വ്യക്തിഗത ഓഹരികളിൽ നിക്ഷേപിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളെക്കാൾ റിസ്കിയാണ്. ഒരു കമ്പനി മോശം പ്രകടനമാണ് നടത്തുന്നതെങ്കിൽ അത് നമ്മുടെ നിക്ഷേപത്തെ സാരമായി ബാധിക്കും. 2. സമയവും വൈദഗ്ധ്യവും ആവശ്യമാണ്. വിജയകരമായ സ്റ്റോക്ക് നിക്ഷേപത്തിന് കമ്പനികളെ വിശകലനം ചെയ്യുന്നതിനും വിപണി പ്രവണതകൾ മനസ്സിലാക്കുന്നതിനും അറിവുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും സമയവും ഗവേഷണവും വൈദഗ്ധ്യവും ആവശ്യമാണ്. 3. ചാഞ്ചാട്ടം. വ്യക്തിഗത സ്റ്റോക്കുകൾ മ്യൂച്വൽ ഫണ്ടുകളേക്കാൾ കൂടുതൽ അസ്ഥിരമായിരിക്കും. കമ്പനിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വന്നാലോ മാർക്കറ്റിൽ എന്തെങ്കിലും കാര്യമായ ചലനങ്ങൾ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും വിലയിൽ വലിയ വ്യത്യാസം ഉണ്ടാവുകയും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്കായി ഗുരുവും ഞാനും ഒരു കോംപ്ലിമെൻ്ററി ബേസിക് കോഴ്സ് നൽകുന്നുണ്ട്. വാട്സപ്പിൽ. പഠിക്കാൻ ആഗ്രഹം, മനസ്സ്, സമയം, സ്വയം പഠിക്കാനുള്ള കഴിവ് ഇവ ഉള്ളവർ മാത്രം ചേരുക. ഒരു ബാച്ച് 2 മാസം കൊണ്ട് തീർക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രയോജനങ്ങൾ. 1. വൈവിധ്യവൽക്കരണം, ഡൈവേഴ്സിഫിക്കേഷൻ. സ്റ്റോക്കുകൾ, ബോണ്ടുകൾ അല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റികളുടെ വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോയിൽ നിക്ഷേപിക്കുന്നതിന് മ്യൂച്വൽ ഫണ്ടുകൾ ഒന്നിലധികം നിക്ഷേപകരിൽ നിന്ന് പണം ശേഖരിക്കുന്നു. വ്യക്തിഗത സ്റ്റോക്കുകളിലെ നിക്ഷേപത്തെ അപേക്ഷിച്ച് വ്യക്തിഗത അപകട സാധ്യത കുറയ്ക്കുന്നു. 2. പ്രൊഫഷണൽ മാനേജ്മെന്റ്. ഗവേഷണത്തെയും വിശകലനത്തെയും അടിസ്ഥാനമാക്കി നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്ന പരിചയസമ്പന്നരായ ഫണ്ട് മാനേജർമാരാണ് മ്യൂച്വൽ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത്. മികച്ച റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ വാഗ്ദാനം ചെയ്യുന്നു. 3. ഈസി ടു ജോയിൻ ആൻഡ് കൺവീനിയൻസ്. നിക്ഷേപകർക്ക് മ്യൂച്വൽ ഫണ്ടുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, മ്യൂച്വൽ ഫണ്ട് വിതരണക്കാർ ഇവരിൽ നിന്നോ അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളിൽ നിന്ന് നേരിട്ടോ വാങ്ങാം. ഇനി ദോഷങ്ങൾ നോക്കാം. 1. ഫീസും ചെലവുകളും. മ്യൂച്വൽ ഫണ്ടുകൾ മാനേജ്മെന്റ് ഫീസ്, പ്രവർത്തന ചെലവുകൾ, മറ്റ് ഫീസ് എന്നിവ ഈടാക്കുന്നു. ഇത് കാലക്രമേണ നമ്മുടെ മൊത്തത്തിലുള്ള വരുമാനം കുറയ്ക്കും. 2. പരിമിതമായ നിയന്ത്രണം. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുമ്പോൾ ഫണ്ടിനുള്ളിൽ സെലക്ട് ചെയ്തിരിക്കുന്ന കമ്പനികൾ, പെർസെൻറ്റേജ് ഓഫ് അലോക്കേഷൻ ഇവയൊന്നും നമ്മുടെ കൺട്രോളിലല്ല. ഇവ ഫണ്ട് മാനേജർ നിർണ്ണയിക്കുന്നു. 3. പെർഫോമൻസ് വേരിയബിലിറ്റി. ഫണ്ടിൻ്റെ നിക്ഷേപതന്ത്രം, മാനേജറുടെ വൈദഗ്ധ്യം, വിപണി സാഹചര്യങ്ങൾ എന്നിവ പോലുള്ള ഘടകങ്ങളെ അടിസ്ഥാനമാക്കി മ്യൂച്വൽ ഫണ്ട് പ്രകടനം വ്യത്യാസപ്പെടാം. അത് നമ്മുടെ പ്രതീക്ഷകളുമായോ ലക്ഷ്യങ്ങളുമായോ എപ്പോഴും പൊരുത്തപ്പെടുന്നില്ല. ഓഹരി വിപണി എന്താണ്, എങ്ങനെ ചെയ്യാം എന്നൊക്കെ അറിയാൻ ഈ പ്ലേലിസ്റ്റ് നന്നായി സഹായിക്കും. A to Z പറയുന്നുണ്ട്. പല നിക്ഷേപകരും തങ്ങളുടെ പോർട്ട്ഫോളിയോകൾ വൈവിധ്യവൽക്കരിക്കാൻ തിരഞ്ഞെടുക്കുന്നത് സ്റ്റോക്കുകളെയും മ്യൂച്വൽ ഫണ്ടുകളെയും ബാലൻസ് ചെയ്ത് നിക്ഷേപിച്ച് അപകട സാധ്യതയും സ്ഥിരമായ വരുമാനവും സന്തുലിതമാക്കുന്ന തന്ത്രമാണ്. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും നിക്ഷേപ ലക്ഷ്യങ്ങളും ശ്രദ്ധാപൂർവം വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുമായി കൂടിയാലോചിക്കുന്നത് നമ്മുടെ നിർദ്ദിഷ്ട ആവശ്യങ്ങളെയും ലക്ഷ്യങ്ങളെയും അടിസ്ഥാനമാക്കി വ്യക്തിഗത മാർഗനിർദ്ദേശം കിട്ടാൻ സഹായിക്കും. ഇനി വളരെ സുരക്ഷിതമായ 3 തരം മ്യൂച്വൽ ഫണ്ട്സ് അനലൈസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. റഫറൻസിന് ഉപയോഗിക്കാം. കമ്പാരിറ്റീവ്ലി സേഫായ 3 വിഭാഗം എടുക്കുമ്പോൾ മിച്ചം എന്തൊക്കെ, വാങ്ങുമ്പോൾ നോക്കേണ്ട താഴെ കൊടുത്ത വിവരങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഇതിൽ നമ്മൾ എടുത്തിട്ടുള്ളത് നിഫ്റ്റി 50യിൽ നിക്ഷേപിക്കുന്ന 5 മ്യൂച്വൽ ഫണ്ടുകൾ: UTI, നിപ്പോൺ, ആക്സിസ്, HDFC, ഫ്രാങ്ക്ലിൻ.
ഇവയുടെ NAV, അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് വില. ഇത് ഏകദേശമാണ്, ഇത് എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് NAV. ഇത് നോക്കണം. ഇതിനകത്ത് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ NAV നിശ്ചയിക്കാം. 2 എക്സ്പെൻസ് റേഷ്യോ. ഇത് ഒരു വർഷം നമ്മൾ നമ്മുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന് അവർക്ക് കൊടുക്കുന്ന പൈസയാണ്. അത് എത്ര പെർസെൻറ്റേജാണ്. ഇതിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നഷ്ടമായാലും ലാഭമായാലും ഈ പൈസ നമുക്ക് അവർക്ക് കൊടുക്കണം. ലാഭമുള്ളപ്പോൾ നല്ലത്, നഷ്ടമുള്ളപ്പോൾ നമ്മുടെ ക്യാപിറ്റലിൽ നിന്നുമായിരിക്കും അത് കുറഞ്ഞു പോകുന്നത്. 3 എക്സിറ്റ് ലോഡ്. അതായത് അവർ പറയുന്ന ഒരു സമയപരിധിക്ക് മുമ്പ് നമ്മൾ ഇറങ്ങിപ്പോയാൽ നമ്മൾ കൊടുക്കേണ്ട അഡീഷണൽ പൈസ. ഇതിൽ ചിലതിനൊക്കെ ഇല്ല, ചിലതിനുണ്ടാവും. അടുത്ത AUM, അവരുടെ ഫണ്ട് സൈസ്. ഇതുവരെ ആളുകൾ എത്ര കോടി രൂപ ഇതിനുള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അടുത്ത ലോക്കിൻ പീരിയഡ്, അതായത് ഒരു ഫണ്ടിന് 1 വർഷം ലോക്കിൻ പീരിയഡ് ഉണ്ടെങ്കിൽ ആ 1 വർഷത്തിന് മുമ്പ് നമുക്ക് അത് വിട്ടുപോരാൻ സാധിക്കില്ല. അടുത്തത് ഏജ്. ഇത് എന്ന് തുടങ്ങിയ ഫണ്ടാണ്, ഇത് എത്ര വർഷമായി ഈ ഫണ്ട് മാർക്കറ്റിലുണ്ട്. അടുത്തത് SIP ചെയ്യണമെങ്കിൽ അതിന് വേണ്ട മിനിമം എമൗണ്ട് എത്ര. ലംസമായിട്ട് ചെയ്യണമെങ്കിൽ, അതായത് ഒറ്റത്തവണയായിട്ട് ചെയ്യണമെങ്കിൽ വേണ്ട മിനിമം എമൗണ്ട് എത്രയാണ്. ഇതതിൻ്റെ റിസ്ക്. അതായത് ഓഹരികളിൽ നിക്ഷേപിക്കുമ്പോൾ റിസ്ക് കൂടുതലായിരിക്കും, എന്നാൽ ബോണ്ടുകൾ, ഗോൾഡ്, സിൽവർ റിസ്ക് കുറവായിരിക്കും. ഇത് ഗവൺമെൻറ് ടാക്സ് ആണ്. ഷോർട്ട് ടേം, ലോങ് ടേം. 1 വർഷത്തിന് മുമ്പ് നമ്മൾ സ്റ്റോക്ക് വിറ്റ് ലാഭം എടുക്കുകയാണെങ്കിൽ അതിന് 15% ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസും 1 വർഷത്തിന് മേലാണെങ്കിൽ 10% കൊടുക്കണം. പക്ഷേ ഇതിനുള്ള പരിധി 1 ലക്ഷം വരെ ടാക്സ് ഇല്ല. അത് നമ്മളുടെ ഇൻകം ടാക്സ് സ്ലാബിനെ ആശ്രയിച്ചായിരിക്കും. അവസാനമായി നമ്മൾ നോക്കേണ്ടത് ഇതുവരെയുള്ള റിട്ടേൺസ് ആണ്. ഇത് പൊതുവെ എല്ലാവരും CAGR ആണ് നോക്കുന്നത്. ഈ CAGRൻ്റെ ഒരു പ്രശ്നം, അത് തുടക്കത്തിലെയും അവസാനത്തിലെയും മാത്രം നോക്കി അതിൻ്റെ ആവറേജ് ആണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഞാൻ നോക്കിയിരിക്കുന്നത് അത്രയും വർഷത്തെ, അതായത് തുടങ്ങി ഇതുവരെയുള്ള എല്ലാ വർഷത്തെയും റിട്ടേൺസിൻ്റെ ടോട്ടൽ എടുത്ത് അതിൻ്റെ ആവറേജ് എടുത്ത് കിട്ടുന്നതാണ്. ഇതാണ് കുറേ കൂടി നമുക്ക് റിലയബിൾ. അപ്പോൾ നമുക്ക് ഏകദേശം വ്യക്തമായ ഒരു ധാരണ കിട്ടും. ആദ്യമായി നമ്മൾ നോക്കിയത് Nifty 50. അടുത്തതായി നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് 50, അതായത് ഈ അടുത്ത 50 Nifty 50യിലേക്ക് കയറി വരാൻ സാധ്യതയുള്ള ഫണ്ടുകളിൽ മാത്രം നിക്ഷേപിക്കുന്നു. അതിന് കുറേ കൂടി ഇൻകം പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അതായത് Nifty 50ക്ക് ആവറേജ് 12 മുതൽ 13% വരെ കിട്ടിയപ്പോൾ നെക്സ്റ്റ് 50 17 മുതൽ അല്ലെങ്കിൽ 14 മുതൽ 20 വരെ 26 വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത കാറ്റഗറി സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന, ടോപ്പിലുള്ള 280 സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ്. ഇവയ്ക്കാണ് ഏറ്റവും കൂടുതൽ വരുമാനം. പക്ഷേ ഇവയുടെ റിസ്ക് വളരെ കൂടുതലായിരിക്കും. ഇതിന് പൊതുവെ ആളുകൾ 150 സ്മോൾ ക്യാപ്പ് എടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ 250 എടുക്കാൻ കാരണം ഇതിൽ ചിലതൊക്കെ വർഷങ്ങൾ കൊണ്ട് താഴേക്ക് പോകും. കാരണം ഇവരുടെ എല്ലാം ക്യാപിറ്റൽ ബേസ് വളരെ കുറവാണ്. അപ്പോൾ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാൻ ഇവരുടെ ഫണ്ടുകൾക്ക് ചിലപ്പോൾ നടന്നില്ല എങ്കിൽ ആ ഫണ്ട് മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമാവും. അങ്ങനെ ഒരു 100 എണ്ണം പോയാലും ഒരു 180 എണ്ണം കാണുമല്ലോ 250 എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ 250 ലിസ്റ്റ് എടുത്തേക്കുന്നത്. ഇതാണ് നല്ല സെൻസിബിൾ ആയിട്ടുള്ള ഡിസിഷൻ. പക്ഷേ ഇതിൻ്റെ റിസ്ക് കൂടുതലാണ് എന്നുള്ള കാര്യം മാത്രം അറിയുക. ഇത്രയും കാര്യങ്ങൾ നോക്കി നല്ല സെലക്ഷൻസ് നടത്തി നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് സുരക്ഷിതമായ ഒരു ഭാവി ഉണ്ടാവാൻ എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്.